Hello guys, welcome back to another video of Costa Diaries. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ദ ഇൻക്രെഡിബിൾ വാച്ച് മേക്കേഴ്സ് എന്നറിയപ്പെടുന്ന ജേക്കബ് ആൻഡ് കോ കമ്പനിയെ കുറിച്ചാണ്. കരകൗശലത്തിന്റെയും ആഡംബരത്തിന്റെയും സമന്വയത്തിന്റെയും തെളിവായി ഇന്ന് ജേക്കബ് ആൻഡ് കോ നിലകൊള്ളുന്നു. മികവിന്റെ അന്വേഷണത്തിൽ വേരൂന്നിയ ജേക്കബ് ആൻഡ് കോ കമ്പനി വാച്ച് നിർമ്മാണ വ്യവസായത്തിൽ തങ്ങൾക്കായി ഒരിടം നേടിയിട്ടുണ്ട്. ജേക്കബ് ആൻഡ് കോ കമ്പനിയുടെ നട്ടെല്ലെന്ന് പറയുന്നത് ജേക്കബ് അറബോ തന്നെയാണ്. 1965 ജൂൺ 3 സോവിയറ്റ് യൂണിയനിലെ ഉസ്ബെക് SSRൽ താഷ്കണ്ടിൽ 5 മക്കളിൽ ഏറ്റവും ഇളയ മകനായിട്ടാണ് ജേക്കബ് ജനിച്ചത്. ചെറുപ്പത്തിൽ തന്നെ സഹോദരിമാരുടെ ആഭരണങ്ങൾ നന്നാക്കാൻ ജേക്കബ് അറബോ അവരെ സഹായിച്ചിരുന്നു. ആ സമയത്ത് ഒരു ഫോട്ടോഗ്രാഫി കോഴ്സ് എടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ ഡിസൈനർ തത്വങ്ങളെ കുറിച്ച് ആ കോഴ്സ് ഇദ്ദേഹത്തിന് ഒരു അവബോധം നൽകിയിരുന്നു. തന്റെ 13-ാം വയസ്സിൽ അച്ഛൻ ഒരു വേൾഡ് ടൈം വാച്ച് ഇദ്ദേഹത്തിന് സമ്മാനമായി നൽകുകയാണ്. ആ സമയം മുതലാണ് ഇദ്ദേഹത്തിന് വാച്ചുകളോടുള്ള താല്പര്യം തോന്നി തുടങ്ങിയത്. അതിനുശേഷം ഒരു വർഷം കഴിഞ്ഞ് ഇദ്ദേഹത്തിന് ഒരു വാച്ച് മേക്കറെ സഹായിക്കുന്നതിനുള്ള ഒരു പാർട്ട് ടൈം ജോലി ലഭിക്കുകയാണ്. അറബോ പറയുന്നതനുസരിച്ച് വാച്ചിന്റെ എല്ലാ ചെറിയ ഭാഗങ്ങളെയും അദ്ദേഹം ഒത്തിരി ഇഷ്ടപ്പെട്ടിരുന്നു. 1979 അദ്ദേഹത്തിന്റെ 14-ാമത്തെ വയസ്സിൽ അദ്ദേഹവും കുടുംബവും ന്യൂയോർക്കിലേക്ക് കുടിയേറുകയാണ്. അവിടെ ക്വീൻസിലെ ഫോറസ്റ്റ് ഹില്ലിലായിരുന്നു ഇവർ താമസിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഫോറസ്റ്റ് ഹില്ലിലെ ഒരു ഹൈസ്കൂളില് ജേക്കബ് അറബോ തുടർ പഠനത്തിനായിട്ട് ചേരുകയാണ്. അവന്റെ പിതാവ് നിരവധി ജോലികൾ ചെയ്തെങ്കിലും കുടുംബം പോറ്റാൻ വളരെയേറെ ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ 16-ാമത്തെ വയസ്സിൽ ഇദ്ദേഹം സ്കൂൾ ജീവിതം പകുതി വഴിയിൽ ഉപേക്ഷിക്കുകയായിരുന്നു. ഇദ്ദേഹം ഒരു 6 മാസത്തെ ആഭരണ നിർമ്മാണ കോഴ്സിന് ചേരുകയാണ്. അതിനെ തുടർന്ന് ഇദ്ദേഹം ഒരു ഫാക്ടറി, അതായത് ജ്വല്ലറി ഫാക്ടറിയിൽ ഒരു ജോലിക്ക് കയറുകയാണ്. ഈ ജോലി ഇദ്ദേഹത്തിന് $125 വരുമാനം നേടിക്കൊടുക്കുകയാണ്. തന്റെ 17-ാമത്തെ വയസ്സിൽ പകുതി സമയം ഫാക്ടറിയിൽ ജോലി ചെയ്യുകയും രാത്രി കാലങ്ങളിൽ സ്വന്തമായിട്ട് ഒരു ഡിസൈൻ ഡെവലപ്പ് ചെയ്തെടുക്കലുമായിരുന്നു ജേക്കബ് അറബോയുടെ ഹോബി. അങ്ങനെ ഇദ്ദേഹത്തിന്റെ ഓർണമെന്റ്സും അതിന്റെ ഡിസൈൻസും ഒക്കെ മരിച്ചുപോയ റാപ്പർ ആയിട്ടുള്ള BGയുടെ ശ്രദ്ധ ആകർഷിക്കുകയാണ്. തുടർന്ന് ഈ റാപ്പർ ഇദ്ദേഹത്തിന്റെ കമ്പനിക്ക് ജേക്കബ് ദി ജ്വല്ലറി എന്ന് പേര് നൽകുകയും തന്റെ സുഹൃത്തുക്കൾക്ക് ഈ മോണിക്കേഴ്സ് ഒക്കെ പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. ജെയ്ഡസ്, ലയണൽ മെസ്സി, റിയാന, എൽട്ടൺ ജോൺ, ജെനിഫർ ലോപ്പസ് തുടങ്ങിയ പ്രശസ്ത താരങ്ങളുടെ ശ്രദ്ധ പിടിച്ചുപറ്റിയ ഓഫ് ദി ബീറ്റൻ ട്രാക്ക് ടൈം പീസുകളിലൂടെ യുവ അമേരിക്കൻ വാച്ച് ബ്രാൻഡായ ജേക്കബ് ആൻഡ് കോ ഇന്നും വളർന്നു വരികയാണ്. സ്ഥാപകൻ ജേക്കബ് അറബോ 5 ടൈംസ് ഓൺ വാച്ച് പീസുകൾ പുറത്താക്കിയത് 2002 മുതൽ പാരീസ്, ടോക്കിയോ, ന്യൂയോർക്ക്, ലോസ് ഏഞ്ചലസ്, പ്രാദേശിക സമയം എന്നിവയ്ക്കായുള്ള സമയ മേഖലകൾ പ്രദർശിപ്പിച്ച് ന്യൂയോർക്ക് ആസ്ഥാനമായുള്ള വാച്ച് മേക്കേഴ്സ് നൂതനവും ആവേശകരവും വിപുലവുമായ ടൈം പീസുകൾ സൃഷ്ടിക്കുന്നു. ബ്രാൻഡ് മറ്റൊരു വലിയ ഹിറ്റുമായി ഇതിനെ പിന്തുടരുകയും ചെയ്യുകയാണ്. ജേക്കബ് ആൻഡ് കോ 5 ടൈംസ് ഓൺ ഡയമണ്ട് വാച്ച്, തിളങ്ങുന്ന ജെം സെറ്റ് തുടങ്ങിയ ഡിസൈനുകളോടെ. തുടർന്ന് 2014 പുറത്തിറക്കിയ ആസ്ട്രോണോമിയോ ടൂർബുലർ, ഭൂമിയുടെ കറങ്ങുന്ന ഒരു ത്രിമാന മാതൃകയായിരുന്നു ഇത്. സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ എന്നിവയടങ്ങുന്ന ഒരു പരിപൂർണ ചിത്രം തകർപ്പൻ സൃഷ്ടിയിൽ ഒരുക്കിയിട്ടുമുണ്ട്. പ്രശസ്ത കലാകാരന്മാരും കായിക ഇതിഹാസങ്ങളുമായി സഹകരിച്ച് ജേക്കബ് ആൻഡ് കോ ഇന്ന് പ്രശസ്തിയുടെ ഉന്നതിയിലാണ്. ഇന്ന് 21-ാം നൂറ്റാണ്ടിലും ആഡംബരത്തിൽ തങ്ങളുടേതായ ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട് ജേക്കബ് ആൻഡ് കോ മുന്നേറുന്നു. സോ ഗൈസ്, ഇദ്ദേഹത്തെ ദ ഇൻക്രെഡിബിൾ വാച്ച് മേക്കേഴ്സ് എന്ന് ജേക്കബ് ആൻഡ് കോ കമ്പനിയെ വിളിക്കുന്നതിന്റെയൊക്കെ റീസൺ ഇതുകൊണ്ട് തന്നെയാണ്. വാച്ച് മാത്രമല്ല, വേറെ ആഭരണങ്ങളും ഇദ്ദേഹം ഡിസൈൻ ചെയ്യാറുണ്ട്. ഇദ്ദേഹത്തിന്റെ ഡിസൈൻസ് എന്ന് പറയുന്നത് വളരെയേറെ നൂതനമായിരിക്കും. അതുകൊണ്ട് തന്നെ ആര് കണ്ടാലും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഡിസൈൻസും ആര് കണ്ടാലും ഞെട്ടുന്ന രീതിയിലുള്ള ഡിസൈൻസും ആയിരിക്കും ദ ജേക്കബ് ആൻഡ് കോ കമ്പനി പുറത്തുവിടുന്നത്. ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ഇവരെ ദ ഇൻക്രെഡിബിൾ വാച്ച് മേക്കേഴ്സ് എന്ന് പറയപ്പെടുന്നതും. സോ ഗൈസ്, ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.